രണ്ട് ഡിഫറെന്റ് സിറ്റീസ്, രണ്ട് ഡിഫറെന്റ് ഈവന്റ്സ്. ഒന്ന് തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ റാലി ആണെങ്കിലേ മറ്റേത് ബാംഗ്ലൂരിലെ ക്രിക്കറ്റ് സെലിബ്രേഷൻ. രണ്ടും ഒരേ തരത്തിലാണ് അവസാനിച്ച്, ട്രാജഡിയിൽ. ആൾക്കാരവിടെ ഹോപ്പുമായിട്ട് ചെന്നിട്ട് തിരിച്ചു വന്നത് ഹാർട്ട് ബ്രേക്ക്. ഇപ്പൊ എന്താ സംഭവിച്ചത് ഞാൻ ചുരുക്കി പറയാട്ടോ. നമ്മുടെ ആക്ടർ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള വിജയ് ഇല്ലേ, പുള്ളി ഇന്നലെ കരൂരിൽ വന്നു, പൊളിറ്റിക്കൽ റാലി നടത്തി. ലക്ഷക്കണക്കിന് ആരാധകരുള്ള മനുഷ്യനാണ്. അതന്നെ സംഭവിച്ചു. ആരാധകരൊക്കെ തടിച്ചു കൂടിയിട്ട് പിന്നെ പുള്ളി വരാനും കുറച്ച് ലേറ്റായി. പാനിക് സ്പ്രെഡായി. 39 ആൾക്കാരുടെ ജീവനായിട്ട്. 4 മാസം മുന്നേ നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന് ഓർമ്മയുണ്ടോ? RCB കപ്പടിച്ചപ്പോൾ അതിലും വലുത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബാരിക്കേഡൊക്കെ പുഷ് ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. പൊന്നോ, 11 ആൾക്കാരുടെ ജീവൻ അവിടെയും പോയി. 56 ആൾക്കാരാണ് പരിക്കേറ്റ്. അപ്പൊ ഈ രണ്ട് ഇവന്റ്സിന് കണക്ട് ചെയ്ത് എന്താണ്? പൊളിറ്റിക്സ് ക്രിക്കറ്റ് ഒന്നല്ല, ഓവർ ക്രൗഡിങ്, ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഇന്ത്യയിൽ പിന്നെ പ്ലാനിങ്ങിനെക്കാട്ടും വലുതാണല്ലോ പാഷൻ. എന്നിട്ട് ആൾക്കാർ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ അവർ വിചാരിക്കും ഇത്ര ആൾക്കാർ വരില്ല. പിന്നെ ഇന്ത്യയിൽ എന്നിട്ട് അവർ കൺട്രോൾ ചെയ്യണത് അവരെന്ത് ചെയ്യും? അവർ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. ബേസിക് സേഫ്റ്റി പോലും അവർ പാലിച്ചിട്ടില്ല. അപ്പൊ ഇതെനിക്ക് ആക്സിഡന്റ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ, പ്രോപ്പർ ഫെയിലിയർ ആയിട്ട് തോന്നുന്നുള്ളൂ. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഫിക്സ് ആക്കിയേ പറ്റൂ. നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എൻട്രി ലിമിറ്റ് വെക്കുക. നിങ്ങൾ കുറച്ച് ആൾക്കാർ വന്നതെന്ന് പറഞ്ഞാൽ പോരെ. നിങ്ങൾക്ക് എന്താണ് റിയൽ ടൈം ക്രൗഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോൺ വെച്ചിട്ടൊക്കെ മോണിറ്റർ ചെയ്യാം. പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി, അതായത് എമർജൻസി ആംബുലൻസ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്ത് തെറ്റ് പറ്റി നിങ്ങൾ സമ്മതിക്കുക. അത് ക്രൗഡിന്റെ മേലെ വെച്ച് കെട്ടരുത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് പൊളിറ്റിക്സോ ക്രിക്കറ്റോ എന്തും ആയിക്കോട്ടെ, ആൾക്കാരുടെ ജീവിതമാണ് വരുന്നത്. കാരണം 2 മാസം കഴിഞ്ഞ് വേറൊരു മനുഷ്യനെ വരാൻ പോകുന്നത് അറിയാലോ. ക്രൗഡ് എത്രയാണെന്ന് ഊഹിക്കാലോ. അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ ഹെഡ്ലൈൻ എനിക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാം. അങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത്. നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊരു റിക്വസ്റ്റ് ആണ്.